നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അശ്വിനെ കണ്ടോ? അശ്വിനെ ഒന്നും കണ്ടില്ല. കണ്ടത് രാജുനെ. രാജുനെയോ? ആ അച്ഛനെ തന്നെ കാഴ്ചയിൽ കൊണ്ടുവന്നതിന് ഭഗവാനെ നിനക്ക് 100 നന്ദി. ഈ കാണുന്നത് എന്റെ കാണപ്പെട്ട ദൈവമാണ്, എന്റെ അച്ഛൻ. ഇനി എനിക്ക് എന്റെ മനസ്സിലുള്ള പുരുഷനെ കാണണം. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊപ്പം വരുന്ന പുരുഷൻ. ദൈവമേ, എനിക്കിനിയുള്ള പ്രാർത്ഥനകളെല്ലാം എന്റെ മകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. ഇന്നവൾ വിവാഹപ്രായമായ യുവതിയാണ്. ദേവ, ശുഭമാംഗല്യവും നെടുമാംഗല്യവും അവൾക്ക് നൽകി അനുഗ്രഹിക്കണേ. ഏറ്റവും സ്നേഹനിധിയായ ഒരു പുരുഷനോടൊപ്പം ജീവിതാന്ത്യം വരെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവൾക്കുണ്ടാകണേ. രാജു, ഇനിയിപ്പോ എന്റെ മനസ്സിലുള്ളത് രാജു ആണോ? രാജു എന്റെ മനസ്സിൽ ഇടം പിടിച്ചതുകൊണ്ടാണോ ചന്ദ്രനില് ഞാൻ രാജുവിനെ കണ്ടത്? ഋതിക, മഹാപൗർണമി ദർശിച്ചോ? എന്താ കണ്ടില്ലേ ചന്ദ്രൻ ചിരിച്ചു നിൽക്കുന്ന? എന്നിട്ട് ആരുടെ മുഖ കണ്ടത്? കണ്ടത് എന്റെ അച്ഛന്റെ മുഖാടി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുഖം അത് എപ്പോഴും കാണുന്ന മുഖല്ലേ? അത് കാണാനല്ലല്ലോ മഹാപൗർണമി ദർശിക്കാൻ പറഞ്ഞത്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ആരാണെന്ന് അറിയാനല്ലേ. അങ്ങനെ ആരെയാ കണ്ടത്? അശ്വിനെ കണ്ടോ? അശ്വിനെ ഒന്നും കണ്ടില്ല. കണ്ടത് രാജുനെ. രാജുനെയോ? രാജുനെ കണ്ടത് ചന്ദ്രനിലല്ല, നിന്റെ പിന്നില്. ഹായ് രാജു. ഹായ് മാഡം. ശരി ശരി, ഇവിടെ നോക്കണ്ട, അവിടെ ചന്ദ്രനെ നോക്ക്. നന്നായി നോക്ക്. നിനക്ക് താലിയും കൊണ്ടുവരുന്ന നവവരനെ കണ്ടുറപ്പിക്കേ. അശ്വിനുമായി ഉറപ്പിച്ച വിവാഹം നടക്കാതെ ഇരിക്കുവോ? നടക്കുമെങ്കിൽ അവിടെ കാണേണ്ടത് അശ്വിന്റെ മുഖമല്ലേ? പക്ഷെ കണ്ടത് രാജുവിന്റെ മുഖ. അപ്പോ രാജു അവിടെ ഋതികെ ഭാവി വരനെ കാണാൻ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കിയാലോ? ജോത്സ്യൻ ഋതികയോടല്ലേ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? അപ്പോ നമ്മൾ നോക്കിയ വല്ലതും കാണോ? നോക്കാം. നോക്കുന്നതിന് ചെലവൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ചന്ദ്രനെ നോക്കിയിട്ട് എന്നെ കണ്ടെന്ന് ഇവള് പറയും. അതിനു മുമ്പേ സ്ഥലം വിട്ടേക്കാം. നീ ആരെ കണ്ടേ? അത് നീ പറ. ഞാനേ രാജുവിനെയോ കണ്ടേ. രാജു രാജുന്ന് 10 വട്ടമെങ്കിലും പറയാത്ത ഒരു ദിവസം ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല. അങ്ങനെ വിളിച്ച് വിളിച്ച് എന്റെ മനസ്സിലും വിചാരത്തിലും രാജു അങ്ങ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും.
അതാണ് എന്റെ ജീവിതത്തിൽ നിലാവ് പോലെ രാജു ഈ മഹാപൗർണമിയിൽ തെളിഞ്ഞു വന്നത്. എന്റെ മനസ്സിൽ മുഴുവൻ രാജുവാ. രാജു ഇല്ലാതെ ഞാനില്ല. ചന്ദ്രഭഗവാൻ എന്റെ മനസ്സ് തുറന്നു കാണിച്ചു തന്ന ഈ രാത്രിയില് ആ സന്തോഷം പകത്തുകൊണ്ട് രാജുവിന് ഒരു ട്രീറ്റ് കൊടുത്താലോ? രാജുവിന് ഈ മഹാപൗർണമിയിൽ എന്റെ കൈകൊണ്ട് വെച്ച് ഞാൻ വിളമ്പിക്കൊടുക്കുന്ന ഒരു ട്രീറ്റ് തീരുമാനിച്ചു. ഋതിക മാഡം? ഹലോ, എന്താ മാഡം? എന്താ വിളിച്ചത്? അതെന്താ രാജു അങ്ങനെ ചോദിച്ചത്? എനിക്ക് രാജുവിനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവണോ? ഹേയ് ഇല്ല, അങ്ങനെ റീസൺ ഒന്നും വേണ്ട. എന്നാലും വിളിക്കുമ്പോ എന്താ ഏതെന്നൊക്കെ ചോദിക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. ആ മാഡം പറഞ്ഞു. രാജുവിന് ഒരു ട്രീറ്റ് തരണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഓ സന്തോഷം. എന്ന്? എവിടെ? ഏത് സമയത്ത്? ഇന്ന് ഇവിടെ ഈ സമയത്ത്. അയ്യോ മാഡം, അത് എന്താ രാജുവിന് പേടിയാവോ? എന്തിനു പേടി? ആ എന്നാ വേഗം റെഡി ആയിക്കോ. 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണം. ആ ഓക്കെ മാഡം. ഡാ ഇപ്പൊ റെഡിയായി ചടയെന്ന് വരും. രാജുവിന് എന്താ കൊടുക്ക? അത് തന്നെ. അല്ല ഇതാരാ? ഇതിന്റെ ഋതിക മാഡം ആണോ? അതോ ഉർവശി, മേനക, രംഭ, തിലോത്തമ ആ പാർട്ടീസ് വല്ല ആണോ എന്നൊരു സംശയം. എന്നാ രാജു ഉറപ്പിച്ചോ, ഇത് രാജുവിന്റെ ഋതിക മാഡം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.